നമസ്കാരം. STV ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. തൃശൂർ മുപ്ലിയത്ത് 5 വയസ്സുകാരനെ വെട്ടിക്കൊലപ്പെടുത്തുകയും അമ്മയെ വെട്ടിപ്പരിക്കേൽപ്പിക്കുകയും ചെയ്ത അസം സ്വദേശിയായ 19കാരന് ജീവപര്യന്തം തടവ്. ജീവപര്യന്തത്തിനു പുറമെ വിവിധ വകുപ്പുകളിലായി 12 കൊല്ലം അധിക തടവും 1.25 ലക്ഷം രൂപ പിഴയും നൽകണം. പ്രതി ജമാൽ ഹുസൈൻ മാനസിക രോഗിയാണെന്നും പ്രായം പരിഗണിക്കണമെന്നുമുള്ള വാദങ്ങൾ കോടതി അംഗീകരിച്ചില്ല. അപകടച്ചുഴിയായി ഭാരതപ്പുഴയിലെ പൈങ്കുളം ശ്മശാനം കടവ്. ഒഴുക്കുകവർന്ന 4 ജീവനുകളെ ഓർത്ത് നാട് വിതുമ്പുന്നു. വ്യാഴാഴ്ച വൈകിട്ട് ഒഴുക്കിൽപ്പെട്ടു മരിച്ചത് ഒരു കുടുംബത്തിലെ 4 പേർ. അപകടം നടന്നത് നിരോധനം വരും മുമ്പ് ഭാരതപ്പുഴയിൽ ഏറ്റവും കൂടുതൽ മണലെടുത്തിരുന്ന സ്ഥലത്ത്. പാലക്കാട് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ RPF എക്സൈസ് സംയുക്ത പരിശോധനയിൽ കഞ്ചാവ് കടത്തുമായി ബന്ധപ്പെട്ട് വ്യത്യസ്ത കേസുകളിൽ യുവതി ഉൾപ്പെടെ 3 പേർ അറസ്റ്റിൽ. പിടിയിലായത് പൊന്നാനി സ്വദേശികളായ യുവാക്കളും പശ്ചിമ ബംഗാൾ സ്വദേശിനിയും. 12 കിലോ കഞ്ചാവ് അധികൃതർ പിടിച്ചെടുത്തു. നെല്ല് സംഭരണം നിർത്തലാക്കാനാണ് സംസ്ഥാന സർക്കാരിന്റെ അണിയറ നീക്കമെന്ന് ദേശീയ കർഷക സംരക്ഷണ സമിതി പ്രസിഡന്റ് പാണ്ടിയോട് പ്രഭാകരൻ. കോടികൾ ദൂർത്തടിക്കുന്ന ഇടതു സർക്കാർ നെല്ല് സംഭരണം സാമ്പത്തിക ബാധ്യതയായി കാണുന്നു. പാലക്കാട്ട് സമിതിയുടെ കർഷക സെമിനാർ. പട്ടാമ്പി ഗവൺമെന്റ് സംസ്കൃത കോളേജിൽ കവിതയുടെ കാർണിവൽ 8ാം പതിപ്പിന് തുടക്കം. കാർണിവൽ കോളേജ് മലയാള വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ. അകം മേഘം അനേകം എന്ന പ്രമേയത്തെ മുൻനിർത്തിയുള്ള കാവ്യോത്സവം ജനുവരി 19 വരെ. വാർത്തകൾ വിശദമായി. തൃശൂർ മുപ്ലിയത്ത് 5 വയസ്സുകാരനെ വെട്ടിക്കൊലപ്പെടുത്തുകയും അമ്മയെ കൊലപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്ത 19കാരന് ജീവപര്യന്തം തടവും 1.25 ലക്ഷം രൂപ പിഴയും ശിക്ഷ. തൃശൂർ 1ാം അഡീഷണൽ ഡിസ്ട്രിക്ട് ആൻഡ് സെഷൻസ് കോടതിയാണ് അസം സ്വദേശിയായ പ്രതിയെ ശിക്ഷിച്ചത്. 2023 മാർച്ച് 30-നാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. തൃശൂർ ജില്ലയിലെ മുപ്ലിയത്തുള്ള ഐശ്വര്യ കോൺക്രീറ്റ് ബ്രിക്സ് കമ്പനിയിൽ വെച്ചാണ് സംഭവം. മരണപ്പെട്ട കുഞ്ഞിൻ്റെ അമ്മ നജ്മ ബാത്തൂൺ, അച്ഛൻ ബഹാരുൾ എന്നിവർ ബ്രിക്സ് കമ്പനിയിലെ ജോലിക്കാരായിരുന്നു. കമ്പനിയിൽ തന്നെയായിരുന്നു ഇവർ താമസിച്ചിരുന്നത്. നജ്മയുടെ വല്യമ്മയുടെ മകനായ പ്രതി ജമാൽ ഹുസൈൻ അവിടേക്ക് സംഭവത്തിൻ്റെ തലേ ദിവസം വന്നതാണ്. നാട്ടിലെ സ്വത്തുതർക്കം മൂലം നജ്മയോടും കുടുംബത്തോടും വൈരാഗ്യമുണ്ടായിരുന്ന പ്രതി അത് കാണിക്കാതെ നജ്മയോടും കുടുംബത്തോടുമൊപ്പം രാത്രി കഴിയുകയും പിറ്റേ ദിവസം രാവിലെ 7 മണിക്ക് നജ്മയുടെ ഭർത്താവും മറ്റു പണിക്കാരും ജോലിക്കായി ഫാക്ടറിയിൽ കയറിയ ഉടൻ അടുക്കളയിൽ ജോലി ചെയ്തിരുന്ന നജ്മയെ വെട്ടുകത്തി ഉപയോഗിച്ച് തലയിലും കൈകളിലും മാരകമായി വെട്ടിപ്പരിക്കേൽപ്പിക്കുകയും അടുത്തിരുന്ന് ഭക്ഷണം കഴിച്ചിരുന്ന 5 വയസ്സുകാരനായ മകൻ നജ്റുൽ ഇസ്ലാം എന്ന കുഞ്ഞിനെ കഴുത്തിൽ വെട്ടി കൊലപ്പെടുത്തുകയുമായിരുന്നു. ആക്രമണത്തിൽ നജ്മയുടെ വിരൽ അറ്റുപോവുകയും കൈകൾ ഒടിയുകയും ചെയ്തു. തലയ്ക്ക് മാരകമായി പരിക്കേറ്റു. കുഞ്ഞ് സംഭവസ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു. ഇതിനുശേഷം ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ച പ്രതിയെ ജോലിക്കാർ പിടികൂടി കെട്ടിയിട്ട് പോലീസിൽ ഏൽപ്പിക്കുകയായിരുന്നു. വരന്തരപ്പള്ളി പോലീസ് FIR ഇട്ട കേസിൽ അന്വേഷണം നടത്തി കുറ്റപത്രം സമർപ്പിച്ചത് വരന്തരപ്പള്ളി CI ജയകൃഷ്ണനാണ്. സംഭവ സമയം മാനസിക അസുഖമാണെന്നും പ്രതി കളവിനായി കേസിൽ ഉൾപ്പെടുത്തിയതാണെന്നും പ്രതിക്ക് വേണ്ടി ആസാമിൽ നിന്നും കേരളത്തിൽ നിന്നും ഹാജരായ അഭിഭാഷകർ കോടതിയിൽ വാദമെടുത്തു. എന്നാൽ പ്രോസിക്യൂഷൻ ഭാഗത്തുനിന്ന് ഹാജരാക്കി വിസ്തരിച്ച 32 സാക്ഷികളെയും 40 രേഖകളും 11ഓളം തൊണ്ടിമുതലുകളും ഉപയോഗിച്ച് പ്രതിക്കെതിരെയുള്ള കുറ്റം തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞു. പ്രതിക്ക് മാനസിക അസുഖമുണ്ടെന്ന വാദം കോടതി അംഗീകരിച്ചില്ല. ഹൈക്കോടതിയിൽ ഉൾപ്പെടെ പലതവണ ജാമ്യഹർജിയുമായി പോയ പ്രതിയെ പ്രോസിക്യൂഷന്റെ ശക്തമായ എതിർപ്പിനെ തുടർന്ന് ജാമ്യം നിഷേധിച്ച് വിചാരണ തടവുകാരനായാണ് തെളിവെടുപ്പ് പൂർത്തിയാക്കിയത്. പ്രതിയുടെ വയസ്സ് ശിക്ഷ നൽകുന്നതിനെ ബാധിക്കരുതെന്നും സമൂഹ മനസാക്ഷിയെ ഞെട്ടിച്ച ക്രൂരത ചെയ്ത പ്രതിക്ക് പരമാവധി ശിക്ഷ നൽകണമെന്നുമായിരുന്നു പ്രോസിക്യൂഷന്റെ വാദം. പ്രോസിക്യൂഷനു വേണ്ടി ജില്ലാ പബ്ലിക് പ്രോസിക്യൂട്ടർ KB സുനിൽകുമാർ, പബ്ലിക് പ്രോസിക്യൂട്ടർ ലിജി മാത്യു എന്നിവർ ഹാജരായി. പ്രതിക്ക് ജീവപര്യന്തം തടവിനു പുറമെ വിവിധ വകുപ്പുകളിലായി 12 കൊല്ലം കഠിന തടവും 1,75,000 രൂപ പിഴയും ശിക്ഷ വിധിച്ചിട്ടുണ്ട്. മരിച്ച കുഞ്ഞിൻ്റെ മാതാപിതാക്കൾക്ക് വിക്ടിം കോമ്പൻസേഷൻ പ്രത്യേകം നൽകാൻ ലീഗൽ സർവീസ് അതോറിറ്റിക്ക് കോടതി നിർദ്ദേശം നൽകി. തൃശൂർ 1ാം അഡീഷണൽ ഡിസ്ട്രിക്ട് ആൻഡ് സെഷൻസ് ജഡ്ജി TK മിനിമോളാണ് ശിക്ഷ വിധിച്ചത്. ന്യൂസ് ബ്യൂറോ, തൃശൂർ.
അപകടച്ചുഴിയായി ഭാരതപ്പുഴ. ചെറുതുരുത്തി ശ്മശാനം കടവിൽ വ്യാഴാഴ്ച വൈകുന്നേരം 4 ജീവനുകളാണ് പുഴ കവർന്നത്. നാടിനെ നടുക്കിയ 4 പേരുടെ മരണം വിശ്വസിക്കാൻ പറ്റാതെ ഇപ്പോഴും നാട്ടുകാർ. ചെറുതുരുത്തി സെറ ബേക്കറി ഉടമ കബീർ വ്യാഴാഴ്ച ഉച്ചവരെ പതിവ് പോലെ ബേക്കറിയിൽ എത്തുകയും തൻ്റെ ജോലി തുടരുകയും ചെയ്തു. വൈകുന്നേരം പുഴ കാണുവാനായി തൻ്റെ കുടുംബത്തോടൊപ്പം പയങ്കുളം ശ്മശാനം കടവിൽ എത്തുകയായിരുന്നു. പഴയ തടയണ തകർന്നു കിടന്നിരുന്ന ഭാഗത്ത് കല്ലുകൾ കൂട്ടിയിട്ടിട്ടുണ്ട്. ഈ കല്ലിലൂടെ കയറി കബീറിൻ്റെ മകൾ 9 വയസ്സുള്ള സെറയും ഷാഹിനയുടെ സഹോദരിപുത്രൻ 12 വയസ്സുള്ള ഫുവാദ് സനിലും പുഴയിലേക്ക് ഇറങ്ങുകയായിരുന്നു. കുട്ടികൾ മുങ്ങുകയാണെന്ന് സംശയം തോന്നിയ കബീറും ഷാനിഹയും കുട്ടികളെ രക്ഷപ്പെടുത്താൻ പുഴയിലേക്ക് ഇറങ്ങുകയും ഇവരും അതിശക്തമായ ഒഴുക്കിൽപ്പെടുകയുമായിരുന്നു. എന്നാൽ ഷാഹിന അധിക ദൂരം ഒഴുകിപ്പോകാത്തതിനാൽ ബഹളം കേട്ടെത്തിയ നാട്ടുകാർ ഷാഹിനയെ രക്ഷപ്പെടുത്തി. ചേലക്കര സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു. പുഴയിൽ പോലീസിൻ്റെയും ഫയർഫോഴ്സിൻ്റെയും നേതൃത്വത്തിൽ ദീർഘനേരത്തെ തെരച്ചിലിനൊടുവിൽ മറ്റു 3 പേരുടെയും മൃതദേഹം കണ്ടെത്തുകയായിരുന്നു. മരണവാർത്തയറിഞ്ഞ് ആയിരങ്ങളാണ് ശ്മശാനം കടവിലേക്ക് ഓടിയെത്തിയത്. അത്രയും പ്രദേശവാസികൾക്ക് വേണ്ടപ്പെട്ടവനായിരുന്നു കബീർ. ഇല്ലായ്മയിൽ നിന്ന് പോരാടി സ്വന്തമായി 3 സ്ഥാപനങ്ങൾ തുടങ്ങാൻ കഴിഞ്ഞു എന്നത് ഏതൊരാളോടും വെറുപ്പില്ലാതെ ഇടപഴകാനും മനസ്സറിഞ്ഞ് സഹായിക്കുവാനുമുള്ള കബീറിൻ്റെ വ്യക്തിത്വം തന്നെയാണ്. ഭാരതപ്പുഴയിൽ അപകട മരണങ്ങൾ തുടർക്കഥയാവുകയാണ്. ഓരോ വർഷവും പുഴ കവർന്നെടുക്കുന്നത് നിരവധി ജീവനുകളാണ്. പുറമേ നിന്ന് നോക്കുമ്പോൾ ശാന്തമായി ഒഴുകുന്ന നിളാനദിയിൽ അടിയൊഴുക്കുകളും വലിയ ഗർത്തങ്ങളും ധാരാളമുണ്ട്. അപകട സൂചനാ ബോർഡ് മാത്രമാണ് ഇവിടെയുള്ളത്. പുഴ ആസ്വദിക്കാനായി നിരവധി പേരാണ് ഭാരതപ്പുഴയുടെ വിവിധ മേഖലകളിൽ എത്തുന്നത്. ഏറ്റവും കൂടുതൽ മണലെടുത്ത് അഗാധ ഗർത്തം രൂപപ്പെട്ട ഇടം കൂടിയാണ് ശ്മശാനം കടവ്. വ്യാഴാഴ്ച വൈകുന്നേരം പുഴയിൽ അകപ്പെട്ട് മരിച്ച 47 വയസ്സുള്ള കബീറിൻ്റെയും ഭാര്യ 35 വയസ്സുള്ള ഷാഹിനയുടെയും മകൾ 9 വയസ്സുള്ള സെറയുടെയും ഷാഹിനയുടെ സഹോദരിപുത്രൻ 12 വയസ്സുള്ള ഫുവാദ് സനീലിൻ്റെയും മൃതദേഹങ്ങൾ തൃശൂർ മെഡിക്കൽ കോളേജിലെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. ദേശീയപാത പട്ടിക്കാട് താണിപ്പാടത്തെ സ്കൂട്ടർ ഡിവൈഡറിൽ ഇടിച്ച് വയോധികൻ മരിച്ചു. പാലക്കാട് അകത്തേത്തറ സ്വദേശി 69 വയസ്സുള്ള സുരേഷ് കുമാറാണ് മരിച്ചത്. അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ സുരേഷ് കുമാറിനെ തൃശൂർ അശ്വിനി ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. രാവിലെ 10:30യോടെയായിരുന്നു അപകടം. നെല്ല് സംഭരണം നിർത്തലാക്കാനാണ് സംസ്ഥാന സർക്കാരിന്റെ അണിയറ നീക്കമെന്ന് ദേശീയ കർഷക സംരക്ഷണ സമിതി പ്രസിഡന്റ് പാണ്ടിയോട് പ്രഭാകരൻ. കോടികൾ ദൂർത്തടിക്കുന്ന സർക്കാർ നെല്ല് സംഭരണം സാമ്പത്തിക ബാധ്യതയായാണ് കാണുന്നതെന്നും പാണ്ടിയോട് പ്രഭാകരൻ പറഞ്ഞു. പാലക്കാട്ട് ദേശീയ കർഷക സംരക്ഷണ സമിതിയുടെ കർഷക സെമിനാർ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. 5 ഏക്കർ കൃഷിയുള്ളവർക്ക് പ്രതിദിനം തൊഴിലാളിക്ക് കിട്ടുന്ന വേതനം പോലും ലഭിക്കുന്നില്ലെന്നും പാണ്ടിയോട് പ്രഭാകരൻ ചൂണ്ടിക്കാട്ടി. നെല്ല് സംഭരണം സാമ്പത്തിക ബാധ്യതയായാണ് സർക്കാർ കണക്കാക്കുന്നത്. പുറത്തുനിന്ന് അരി വാങ്ങിയും കേന്ദ്രം നൽകുന്ന സൗജന്യ അരിയും ചേർത്ത് നൽകിയാലും കർഷകർക്ക് നൽകേണ്ട തുക വരില്ലെന്ന കണക്കുകൂട്ടലിലാണ് സർക്കാർ പ്രവർത്തിക്കുന്നത്. ഡൽഹി കർഷക സമരത്തിന് പിന്തുണ പ്രഖ്യാപിക്കുകയും കേരളത്തിൽ കർഷകദ്രോഹം നടപ്പിലാക്കുകയുമാണ് ഇടതു സർക്കാർ. വിരമിച്ചവരെ വീണ്ടും ഉയർന്ന ശമ്പളവും സൗജന്യവും നൽകി പരിപാലിച്ച് ധൂർത്തടിക്കുന്ന സർക്കാരാണ് സാമ്പത്തിക ദാരിദ്ര്യത്തെക്കുറിച്ച് പറയുന്നത്. കർഷകർക്ക് വേണ്ടി കർഷകർ തന്നെ തെരുവിലിറങ്ങേണ്ട സ്ഥിതിയാണെന്നും പാണ്ടിയോട് പ്രഭാകരൻ പറഞ്ഞു. ഈ ജനുവരി 1 മുതൽ എത്രയായി? 17ആയി. ഈ ജനുവരി 1 മുതൽ ഒരു കർഷകന് 2 ലക്ഷം രൂപ ബാങ്കിൽ നിന്ന് കടം കിട്ടും. ഒരു പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റും ഒരു പാസ്ബുക്കും കൊണ്ടുപോയാൽ മതി. ഏത് ബാങ്കിലും കൊടുക്കും. പണ്ട് 1 ലക്ഷം രൂപയായിരുന്നു, പിന്നെ 3 ലക്ഷമായി. ആ 3 ലക്ഷത്തിൽ 1.60 കടവും ക്യാഷും ബാക്കിയുള്ള സ്വർണ്ണാഭരണം പണയം വെച്ചിട്ടായിരുന്നു. ഇപ്രാവശ്യം ഈ ജനുവരി 1 മുതൽ കർഷകന് 2 ലക്ഷം രൂപ കടം, 4% പലിശ ഈ 1-ാം തീയതി കൊടുത്തിട്ടു. എന്തിനാണ് കടം? കടം വാങ്ങി അടയ്ക്കണ്ടേ? എങ്ങനെ അടയ്ക്കും? നെല്ല് വിറ്റ് അടയ്ക്കാൻ പറ്റുമോ? നെല്ലിൻ്റെ പൈസ എപ്പോൾ കിട്ടുമെന്ന് പറയാൻ പറ്റുമോ? കടം, കർഷകന് കടം തരാമെന്ന് പറയുന്നത്. ഓരോ വർഷവും പാലക്കാട് ജില്ലയിലെ എല്ലാ ബാങ്കുകളുടെയും അവലോകന യോഗം കൂടുന്നുണ്ട്. നിങ്ങൾ നോക്കിക്കോളൂ. ഓരോ വർഷം കഴിയും തോറും എല്ലാ ബാങ്കുകളും അവരുടെ ആ റിപ്പോർട്ട് പ്രകാരം കാർഷിക ലോൺ കൂടുതൽ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ അർത്ഥം എന്താ? കർഷകൻ അത്ര ദാരിദ്ര്യമായിരിക്കും. കെ എ ജയരാജൻ അധ്യക്ഷത വഹിച്ചു. ബാലകൃഷ്ണൻ, ശ്രീരാമകൃഷ്ണൻ മുണ്ടൂർ,
വേലുമണി, അനന്തകൃഷ്ണൻ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. പട്ടാമ്പി ഗവൺമെന്റ് സംസ്കൃത കോളേജിൽ കവിതയുടെ കാർണിവൽ 8ാം പതിപ്പിന് തുടക്കമായി. പൊറാട്ട് നാടക കലാകാരൻ മണ്ണൂർ ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. 3 ദിവസങ്ങളിലായാണ് കവിതയുടെ കാർണിവൽ. പട്ടാമ്പി ഗവൺമെന്റ് സംസ്കൃത കോളേജിൽ മലയാള വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ 3 ദിവസങ്ങളിലായി സംഘടിപ്പിക്കുന്ന കവിതയുടെ കാർണിവൽ 8ാം പതിപ്പിനാണ് വെള്ളിയാഴ്ച തുടക്കമായത്. അകം ഏകം അനേകം എന്നതാണ് ഇത്തവണത്തെ കാർണിവൽ പ്രമേയം. പ്രധാന വേദിയിൽ പൊറാട്ട് നാടക കലാകാരൻ മണ്ണൂർ ചന്ദ്രൻ കവിതയുടെ കാർണിവൽ ഉദ്ഘാടനം ചെയ്തു. പക്ഷേ അതിൽ അവരുടെ അറിവുകളുണ്ട്, വാമൊഴി കൂടെയാണ്, വരമൊഴിയില്ല. ഇങ്ങനെയൊക്കെ ആണെങ്കിലും അത് അംഗീകരിക്കപ്പെടാൻ കുറച്ച് വിമ്മിഷ്ടം കാണിക്കുന്ന ഒരു സമൂഹം നമ്മുടെ ചുറ്റുപാടുണ്ട്. അതുപോലെ തന്നെ കേരള സാംസ്കാരിക വകുപ്പിന് തന്നെ ഒരു പോരായ്മയായിട്ട് തന്നെ നമുക്ക് കാണാം. ദളിതരുടെ കല എന്തുകൊണ്ടത് മുന്നോട്ട് കൊണ്ടുവരാൻ ശ്രമിക്കാത്തത് എന്നുള്ളൊരു കൂടെ ഞാൻ ഇതിനോട് ഉപയോഗപ്പെടുത്തി നിങ്ങളോട് പറയുകയാണ്. കാർണിവൽ ഡയറക്ടർ പി രാമചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. കവി സച്ചിദാനന്ദനെ നഗരസഭാ ചെയർപേഴ്സൺ ഒ ലക്ഷ്മിക്കുട്ടി ആദരിച്ചു. കാർണിവൽ ബുക്ക് പ്രകാശനം സച്ചിദാനന്ദൻ നിർവഹിച്ചു. പി രാജഗോപാലൻ ആദര പ്രഭാഷണം നടത്തി. പട്ടാമ്പി നഗരസഭാ വൈസ് ചെയർമാൻ ടി ഷാജി, ടി റുഖിയ, പ്രിൻസിപ്പാൾ ഇൻചാർജ് ആർ രശ്മി, ഡോക്ടർ കെ സന്തോഷ് തുടങ്ങിയവർ സംസാരിച്ചു. ജനുവരി 19 വരെയാണ് കവിതയുടെ കാർണിവൽ. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. പാലക്കാട് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ കഞ്ചാവ് കടത്തുമായി ബന്ധപ്പെട്ട് യുവതി ഉൾപ്പെടെ 3 പേർ പിടിയിൽ. RPFും എക്സൈസും നടത്തിയ സംയുക്ത പരിശോധനയിൽ മൊത്തം 12 കിലോ കഞ്ചാവ് പിടിച്ചെടുത്തു. പൊന്നാനി സ്വദേശികളായ യുവാക്കളും പശ്ചിമബംഗാൾ സ്വദേശിനിയായ യുവതിയുമാണ് 6 കിലോ വീതം കഞ്ചാവുമായി പിടിയിലായത്. പാലക്കാട് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ RPF ക്രൈം ഇന്റലിജൻസ് വിഭാഗവും എക്സൈസ് റേഞ്ചും എക്സൈസ് എൻഫോഴ്സ്മെന്റ് ആൻഡ് ആന്റി നാർക്കോട്ടിക് സ്പെഷ്യൽ സ്ക്വാഡും സംയുക്തമായി നടത്തിയ പരിശോധനയിലാണ് വ്യത്യസ്ത കേസുകളിലായി യുവതി ഉൾപ്പെടെ 3 പേർ പിടിയിലായത്. മലപ്പുറം പൊന്നാനി സ്വദേശികളായ മുബഷീർ, ശ്രീരാഗ് എന്നിവർ 6 കിലോ കഞ്ചാവുമായി പിടിയിലായി. മറ്റൊരു കേസിൽ പശ്ചിമബംഗാൾ മുർഷിദാബാദ് സ്വദേശിനിയായ റൂമ ജമാദറാണ് 6 കിലോ കഞ്ചാവുമായി സംയുക്ത സംഘത്തിന്റെ പിടിയിലായത്. സംഭവത്തിൽ എക്സൈസ് കേസുകൾ രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചു. വരും ദിവസങ്ങളിലും പരിശോധന കർശനമാക്കുമെന്ന് RPF എക്സൈസ് വൃത്തങ്ങൾ അറിയിച്ചു. പാലക്കാട് RPF ക്രൈം ഇന്റലിജൻസ് വിഭാഗം ഇൻസ്പെക്ടർ N കേശവദാസ്, എക്സൈസ് എൻഫോഴ്സ്മെന്റ് ആൻഡ് ആന്റി നാർക്കോട്ടിക് സ്പെഷ്യൽ സ്ക്വാഡ് സർക്കിൾ ഇൻസ്പെക്ടർ NG അജയകുമാർ, റേഞ്ച് എക്സൈസ് ഇൻസ്പെക്ടർ R റിനോഷ് എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു പരിശോധന. RPF ക്രൈം ഇന്റലിജൻസ് വിഭാഗം സബ് ഇൻസ്പെക്ടർ AP അജിത് അശോക, അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ KM ഷിജു, ഹെഡ് കോൺസ്റ്റബിൾ N അശോക, അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ K രാമചന്ദ്രൻ, എക്സൈസ് പ്രിവൻറ്റീവ് ഓഫീസർമാരായ TS അനിൽകുമാർ, മാസില മണി M, K സുനിൽകുമാർ, യാസർ അറഫാത്ത്, വനിതാ സിവിൽ എക്സൈസ് ഓഫീസർമാരായ M നിമ്മി, രേണുകാദേവി, എക്സൈസ് ഡ്രൈവർ M അനീഷ് എന്നിവരാണ് സംഘത്തിലുണ്ടായിരുന്നത്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ലക്കിടി പേരൂർ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ സൗജന്യ നീന്തൽ പരിശീലന പദ്ധതിക്ക് തുടക്കമായി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K സുരേഷ് ഉദ്ഘാടനം ചെയ്തു. പ്രാദേശിക സർക്കാരുകളാണ് എന്നാണ് പഞ്ചായത്ത് രാജ് ആക്ടിൽ വിവക്ഷിച്ചിട്ടുള്ളത്. പ്രാദേശിക സർക്കാരുകൾ എന്ന് പറയുമ്പോൾ ജനജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും ഇടപെടുന്ന ഒന്നായി അത് പ്രവർത്തിക്കേണ്ടതുണ്ട്. എല്ലാ രംഗത്തും ഇത്തരത്തിലുള്ള ഏറ്റവും മാതൃകാപരവും മികവേറിയതുമായ ഇടപെടലുകളാണ് നടത്തുന്നതിന് വേണ്ടി പഞ്ചായത്ത് ഭരണസമിതി ആലോചിച്ചിട്ടുള്ളത്. ഈ ഭരണസമിതി അധികാരത്തിൽ വന്നതിന് ശേഷം ഒരു ശരിയായ കാഴ്ചപ്പാടോടുകൂടി ശരിയായ ദിശാബോധത്തോടുകൂടി പ്രവർത്തനങ്ങൾക്ക് ആകെ നേതൃത്വം നൽകാൻ ഞങ്ങൾക്ക് സാധിച്ചു. ഇന്നത്തെ തലമുറയ്ക്ക് കായലും പുഴയുമെല്ലാം ഒരു പേടിസ്വപ്നമായി മാറി. തോടുകളിലും പുഴകളിലും കൊച്ചരുവികളിലും നീന്തിക്കളിച്ചു രസിച്ചിരുന്ന കുട്ടിക്കാലം ഇന്ന് കാണാമറയത്താണ്. ഓരോ ദിവസവും കുട്ടികൾ മുങ്ങി മരിച്ചു എന്ന കരളലിയിപ്പിക്കുന്ന വാർത്തകൾ കേട്ടുകൊണ്ടാണ് വരവേൽക്കുന്നത്. ഇത്തരം ദുരന്തങ്ങളെ ഇല്ലായ്മ ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയാണ്
ലക്കിടി ഗ്രാമപഞ്ചായത്ത് നീന്തൽ പരിശീലന കേന്ദ്രം എന്ന പദ്ധതിക്ക് രൂപം നൽകിയത്. 1 ലക്ഷം രൂപ ചെലവഴിച്ചാണ് പദ്ധതി നിർവഹിച്ചത്. വിവിധ വിദ്യാലയങ്ങളിൽ നിന്നായി 164 കുട്ടികൾ ആദ്യഘട്ടത്തിൽ നീന്തൽ പരിശീലന പരിപാടിയിൽ പങ്കെടുത്തു. പദ്ധതിയുടെ ഉദ്ഘാടന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നസ്രീൻ അധ്യക്ഷത വഹിച്ചു. വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി വിജയകുമാർ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുമ, വാർഡ് മെമ്പർമാരായ മണികണ്ഠൻ മാസ്റ്റർ, ഉണ്ണികൃഷ്ണൻ, വിമല, സുജിത, കൃഷ്ണകുമാരി, സുഹറ, ലത, പഴയ ലക്കിടി JSB സ്കൂൾ PTA പ്രസിഡന്റ് ഫൈസൽ എന്നിവർ സംസാരിച്ചു. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ ഹരി സ്വാഗതവും നിഷ ടീച്ചർ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. കുന്നംകുളം പെരുമ്പിലാവ് അക്കിക്കാവിൽ വൻ അഗ്നിബാധ. അക്കിക്കാവ് സിഗ്നലിന് സമീപത്തെ ഹരിത അഗ്രിടെക് സ്ഥാപനത്തിലാണ് തീപിടുത്തമുണ്ടായത്. കഴിഞ്ഞ രാത്രി 8:15 സ്ഥാപനത്തിൽ തീപിടുത്തമുണ്ടായത്. തീ പടർന്ന സമയത്ത് സ്ഥാപനത്തിൽ ആരും ഉണ്ടായിരുന്നില്ല എന്നാണ് പ്രാഥമിക നിഗമനം. വിവരമറിഞ്ഞതിനെ തുടർന്ന് കുന്നംകുളത്ത് നിന്നുള്ള 3 യൂണിറ്റ് അഗ്നിരക്ഷാസേനാ സംഘം സ്ഥലത്തെത്തി തീയണച്ചു. കൃഷിക്ക് ആവശ്യമായ മെഷീനുകൾ വിൽപ്പന നടത്തുന്ന സ്ഥാപനത്തിലാണ് തീപിടുത്തമുണ്ടായത്. ലക്ഷങ്ങളുടെ നാശനഷ്ടമുണ്ടായതായാണ് പ്രാഥമിക നിഗമനം. ന്യൂസ് ബ്യൂറോ, തൃശൂർ. സുമനസുകളുടെ കൂട്ടായ്മയിൽ നിർധന കുടുംബത്തിന് വീടൊരുങ്ങി. പത്തിരിപ്പാല പേരൂർ ചീനിക്കപ്പുറത്ത് റസിയയും മകനുമടങ്ങുന്ന 2 അംഗ കുടുംബത്തിനാണ് 6.5 ലക്ഷം രൂപ ചെലവിൽ വെൽഫെയർ പാർട്ടിയുടെ നേതൃത്വത്തിൽ വീടൊരുങ്ങിയത്. ജനുവരി 18 ശനിയാഴ്ച കാലത്ത് 10 മണിക്ക് വീടിന്റെ താക്കോൽദാനം നടക്കുമെന്ന് വെൽഫെയർ പാർട്ടി നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വെൽഫെയർ പാർട്ടി ജില്ലാ ഉപാധ്യക്ഷൻ റിയാസ് ഖാലിദ് താക്കോൽ കൈമാറും. വിവിധ മേഖലയിലെ പ്രമുഖർ പങ്കെടുക്കുമെന്ന് ഉമർ ഫാറൂഖ്, ജാഫർ പത്തിരിപ്പാല, ഷംസുദ്ദീൻ മാങ്കുറിശി എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വെൽഫെയർ ഹോം നാളെ ഉദ്ഘാടനമാണ്. നന്മയുടെ കൂട്ടായ്മയിലാണ് ഈ ഭവനം നിർമ്മിച്ചിട്ടുള്ളത്. ഏകദേശം 6 ലക്ഷത്തോളം രൂപ ചെലവഴിച്ചിട്ടാണ് ഈ ഭവനം നിർമ്മിച്ചത്. നമ്മുടെ നാട്ടുകാരും മഹല്ല് നിവാസികളും അതുപോലെ വ്യാപാരി സുഹൃത്തുക്കളും ഇതിനോട് ഞങ്ങൾ സമീപിച്ചപ്പോൾ ആരും പുറംതിരിഞ്ഞു നിന്നിട്ടില്ല. ഇതിനോട് തീർച്ചയായിട്ടും വളരെ നന്നായി സഹകരിച്ചു. വളരെ സന്തോഷം നിറഞ്ഞ ദിവസത്തിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു നിർധന കുടുംബത്തിന് ഇത് ചെയ്തു കൊടുക്കുവാൻ കഴിഞ്ഞതിൽ വളരെയധികം കൃതജ്ഞത ഉണ്ട്. തീർച്ചയായും വെൽഫെയർ പാർട്ടി പത്തിരിപ്പാല യൂണിറ്റിന്റെ നേതൃത്വത്തിലാണ് ഇത് ചെയ്തെടുക്കുവാൻ കഴിഞ്ഞത്. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. മണ്ണൂരിൽ CPIM ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പതാക ദിനം ആചരിച്ചു. ചിറ്റൂരിൽ നടക്കുന്ന CPIM ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായാണ് ലോക്കൽ കമ്മിറ്റികളിൽ പതാക ദിനം സംഘടിപ്പിച്ചത്. മണ്ണൂരിൽ 25 ലോക്കൽ കമ്മിറ്റി ബ്രാഞ്ചുകളിലാണ് പതാക ദിനം നടന്നത്. മണ്ണൂർ ലോക്കൽ കമ്മിറ്റി സംഘടിപ്പിച്ച പതാക ദിനം CPIM ലോക്കൽ സെക്രട്ടറി OV സ്വാമിനാഥൻ പതാക ഉയർത്തി ഉദ്ഘാടനം ചെയ്തു. ആണെങ്കിലും നിയമസഭ സാമാജികരുടെ എണ്ണത്തിന്റെ കാര്യത്തിലാണെങ്കിലും വലിയ ജനസ്വാധീനം നമ്മുടെ പാർട്ടിക്കുണ്ട്. ആ പാർട്ടിയുടെ ജില്ലാ സമ്മേളനം ചിറ്റൂരിൽ വെച്ച് നടക്കുമ്പോൾ ഈ കഴിഞ്ഞ കാലയളവിൽ പാർട്ടി ഏറ്റെടുത്തിട്ടുള്ള ഇവിടുത്തെ നാടിലെ നേരിടുന്ന പ്രശ്നങ്ങളും അല്ലാത്ത പ്രശ്നങ്ങളും ഏറ്റെടുത്തിട്ടുള്ളതിനെക്കുറിച്ച് സൂക്ഷ്മമായ പരിശോധനയും തുടർന്ന് നമ്മുടെ പാർട്ടി പാലക്കാട് ജില്ലയിൽ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നതിനെക്കുറിച്ചുള്ള ചർച്ചകളും തീരുമാനങ്ങളും എടുക്കാൻ വേണ്ടിയാണ് ഈ ജില്ലാ സമ്മേളനം ചേരാൻ വേണ്ടി പോകുന്നത്. P. സുരേഷ് ബാബു അധ്യക്ഷത വഹിച്ചു. V. മോഹനൻ, MK മനോജ്, K. പ്രമോദ്, K. സൈതലവി, ജോൺസൺ ജേക്കബ്, KR മണികണ്ഠൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. പത്തിരിപ്പാല പേരൂർ ഗാന്ധി സേവാ സദനം കഥകളി അക്കാദമിയുടെ 72ാം വാർഷിക ആഘോഷം പത്തിരിപ്പാലയിൽ നടന്നു. കേരള സംഗീത നാടക അക്കാദമി ചെയർമാൻ മട്ടന്നൂർ ശങ്കരൻകുട്ടി മാരാർ ഉദ്ഘാടനം ചെയ്തു. കോഴ്സ് കൃത്യമായിട്ട് പൂർത്തിയാക്കി തിയറിയിലും പ്രാക്ടിക്കലും 1ാം റാങ്ക് മേടിച്ചൊരു വിദ്യാർത്ഥി കൂടിയാണ്. അതിനുശേഷം ആ കാലത്ത് വടക്കേ മലബാറിലേക്ക് തിരിച്ചു പോയാൽ ഒന്നും സംഭവിക്കാനില്ല എന്ന സത്യം കൂടി എനിക്ക് പറയാൻ ആഗ്രഹിക്കുകയാണ്. കാരണം ഒരു വാദ്യകലാകാരൻ കഥകളി ചെന്നാൽ മാത്രം കൊണ്ടു നടക്കുന്ന ഒരു കലാകാരനെ സംബന്ധിച്ചിടത്തോളം വടക്കേ മലബാറിൽ അന്ന് പോയത് കൊണ്ട് ഒരു കാര്യവും ഉണ്ടായില്ല. കേളിയോടെ തുടങ്ങിയ ആഘോഷ പരിപാടികളിൽ സദനം കഥകളി അക്കാദമി ചെയർമാൻ ഡോക്ടർ P.K. മാധവൻ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ 6 കഥകളി ആചാര്യന്മാരുടെ അർദ്ധകായ പ്രതിമ അനാച്ഛാദനം ചെയ്തു. മൂത്തമന കേശവൻ നമ്പൂതിരി, കവളപ്പാറ നാരായണൻ നായർ, കലാമണ്ഡലം കൃഷ്ണൻകുട്ടി പൊതുവാൾ, കലാമണ്ഡലം അപ്പുകുട്ടി പൊതുവാൾ, കലാമണ്ഡലം ചന്ദ്രമൻ നാടിയാർ, പാലൂർ അച്യുതൻ നായർ എന്നിവരുടെ പ്രതിമകളാണ് അനാച്ഛാദനം ചെയ്തത്. ഫെബ്രുവരി 1 ഷഷ്ടിപൂർത്തി ആഘോഷിക്കുന്ന മദ്ദളവാദകൻ സദനം രാജൻ്റെ ബ്രൗഷർ പ്രകാശനം
പത്മശ്രീ മട്ടന്നൂർ ശങ്കരൻകുട്ടിമാരാർ നിർവഹിച്ചു. തുടർന്ന് ഡോക്ടർ സദനം ഹരികുമാർ രചിച്ച് ചിട്ടപ്പെടുത്തിയ കഥകളിയും അരങ്ങേറി. സംഗീതജ്ഞൻ മണ്ണൂർ രാജകുമാരനുണ്ണി വിശിഷ്ടാതിഥിയായി പങ്കെടുത്തു. ഡോക്ടർ സദനം ഹരികൃഷ്ണൻ, സദനം ജ്യോതിഷ് ബാബു, കലാമണ്ഡലം ബലരാമൻ, കലാനിലയം ബാലകൃഷ്ണൻ, കോട്ടകൽ ദേവദാസ്, കലാമണ്ഡലം പാഞ്ഞാൾ ഉണ്ണികൃഷ്ണൻ, കലാമണ്ഡലം ഹരീഷ് മാരാർ, കലാമണ്ഡലം പ്രഭാകര പൊതുവാൾ, സദനം വാസുദേവൻ, ചെർപ്പുളശ്ശേരി ശിവൻ, കോട്ടകൽ രവി, സദനം ഗോപാലകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. വാണിയംകുളം പുലാച്ചിത്ര കിള്ളിക്കാവിൽ കളമെഴുത്തുപാട്ട് തുടങ്ങി. 3 ദിവസങ്ങളിലായാണ് കളമെഴുത്തുപാട്ട്. വ്യാഴാഴ്ച വൈകിട്ട് കൂറയിടൽ ചടങ്ങോടെയാണ് പാട്ടിന് തുടക്കമായത്. ക്ഷേത്രത്തിൽ അയ്യപ്പ പ്രതിഷ്ഠാ ദിനം ജനുവരി 19 ആഘോഷിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. തൃശൂർ മുപ്ലിയത്ത് 5 വയസ്സുകാരനെ വെട്ടിക്കൊലപ്പെടുത്തുകയും അമ്മയെ വെട്ടിപ്പെരിക്കേൽപ്പിക്കുകയും ചെയ്ത അസം സ്വദേശിയായ 19-കാരന് ജീവപര്യന്തം തടവ്. ജീവപര്യന്തത്തിനു പുറമെ വിവിധ വകുപ്പുകളിലായി 12 കൊല്ലം അധിക തടവും 1.25 ലക്ഷം രൂപ പിഴയും നൽകണം. പ്രതി ജമാൽ ഹുസൈൻ മാനസിക രോഗിയാണെന്നും പ്രായം പരിഗണിക്കണമെന്നുമുള്ള വാദങ്ങൾ കോടതി അംഗീകരിച്ചില്ല. അപകടച്ചുഴിയായി ഭാരതപ്പുഴയിലെ പൈങ്കുളം ശ്മശാനം കടവ്. ഒഴുക്കുകവർന്ന 4 ജീവനുകളെ ഓർത്ത് നാട് വിതുമ്പുന്നു. വ്യാഴാഴ്ച വൈകിട്ട് ഒഴുക്കിൽപ്പെട്ടു മരിച്ചത് ഒരു കുടുംബത്തിലെ 4 പേർ. അപകടം നടന്നത് നിരോധനം വരും മുമ്പ് ഭാരതപ്പുഴയിൽ ഏറ്റവും കൂടുതൽ മണലെടുത്തിരുന്ന സ്ഥലത്ത്. പാലക്കാട് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ RPF എക്സൈസ് സംയുക്ത പരിശോധനയിൽ കഞ്ചാവ് കടത്തുമായി ബന്ധപ്പെട്ട് വ്യത്യസ്ത കേസുകളിൽ യുവതി ഉൾപ്പെടെ 3 പേർ അറസ്റ്റിൽ. പിടിയിലായത് പൊന്നാനി സ്വദേശികളായ യുവാക്കളും പശ്ചിമ ബംഗാൾ സ്വദേശിനിയും. 12 കിലോ കഞ്ചാവ് അധികൃതർ പിടിച്ചെടുത്തു. നെല്ല് സംഭരണം നിർത്തലാക്കാനാണ് സംസ്ഥാന സർക്കാരിന്റെ അണിയറ നീക്കമെന്ന് ദേശീയ കർഷക സംരക്ഷണ സമിതി പ്രസിഡന്റ് പാണ്ടിയോട് പ്രഭാകരൻ. കോടികൾ ദൂർത്തടിക്കുന്ന ഇടതു സർക്കാർ നെല്ലു സംഭരണം സാമ്പത്തിക ബാധ്യതയായി കാണുന്നു. പാലക്കാട്ട് സമിതിയുടെ കർഷക സെമിനാർ. പട്ടാമ്പി ഗവൺമെന്റ് സംസ്കൃത കോളേജിൽ കവിതയുടെ കാർണിവൽ 8ാം പതിപ്പിന് തുടക്കം. കാർണിവൽ കോളേജ് മലയാള വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ. അകം മേഘം അനേകം എന്ന പ്രമേയത്തെ മുൻനിർത്തിയുള്ള കാവ്യോത്സവം ജനുവരി 19 വരെ. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.